നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 2019-21. അതും ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. അതും നമ്മുടെ പ്രധാനമന്ത്രി അംഗീകരിക്കുന്ന കണക്കല്ല, നമ്മുടെ പോപ്പുലേഷൻ റിസർച്ച് സ്റ്റഡീസിന്റെ കണക്കാണ് ഈ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. അവര് എല്ലാ 5 വർഷം കൂടുമ്പോഴും നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ നടത്തുന്നു, അതിന്റെ റിപ്പോർട്ട് വരുന്നു. ആ റിപ്പോർട്ടിനനുസരിച്ച് ഹെൽത്തില് വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഗവൺമെന്റുകൾ, എല്ലാ ഗവൺമെന്റുകളും അങ്ങനെയായിരുന്നു. പക്ഷേ 2019-21 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ റിപ്പോർട്ട് വന്നപ്പോൾ അതിലുണ്ടായിരുന്ന ചില പരാമർശങ്ങള് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു ഇന്ത്യയിൽ. എന്തായിരുന്നു പരാമർശങ്ങള്? ഈ മോദി പറഞ്ഞു, ഈ കഴിഞ്ഞ രണ്ടാമത്തെ ലോകസഭ ഇലക്ഷന് വേണ്ടി നടക്കുന്ന സമയത്ത്, പ്രൊപ്പഗാൻഡ നടത്തുന്ന സമയത്ത് മോദി പറഞ്ഞു, അതായത് ഇന്ത്യ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആണ്, അതായത് മലമൂത്ര വിസർജനം വെളിയിൽ നടത്തുന്നില്ല, അതിൽ നിന്ന് ഇന്ത്യ മുക്തി നേടി എന്ന് 2019 പറഞ്ഞു. പക്ഷെ 2019-21 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പുറത്തു വന്നപ്പോൾ അതിലുണ്ടായിരുന്നു 19% ഇന്ത്യക്കാർ ഇപ്പോഴും വെളിയിലാണ് മലമൂത്ര വിസർജനം നടത്തുന്നത് എന്ന് അതിനകത്ത് കാറ്റഗോറിക്കലായിട്ട് പറഞ്ഞിരുന്നു. മാത്രവുമല്ല, പിന്നെയും ഉണ്ട് അതിനകത്ത് പോവർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടത്. 32.3% 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സ്റ്റണ്ടഡ് ആണ്. അതായത് 33.2% കുട്ടികൾ 5 വയസ്സിൽ താഴെയുള്ളവർ സ്റ്റണ്ടഡ് ആണ്. സ്റ്റണ്ടഡ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? പൊക്കമില്ല, പ്രായത്തിനനുസരിച്ച് പൊക്കമില്ലാത്തവരെയാണ് സ്റ്റണ്ടഡ് എന്ന് പറയുന്നത്. അത് അനീമിയ മൂലമാണ് അങ്ങനെ വരുന്നത്. 19% കുഞ്ഞുങ്ങൾ, 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ വേസ്റ്റഡ് ആണ്. അതായത് പൊക്കമുണ്ട്, പക്ഷേ അതിനനുസരിച്ച് വണ്ണമില്ല. അതും അനീമിക് ആകുന്നു, പോഷകാഹാര ദാരിദ്ര്യമാണ് കാണിക്കുന്നത്. അതായത് സ്റ്റണ്ടഡ് ആൻഡ് വേസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഉള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് തന്നെ ലജ്ജാവഹമായ ഒരു സമൂഹമാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അതേ ഫാമിലി ഹെൽത്ത് സർവേ തന്നെ പറയുന്നുണ്ട് 53% കുട്ടികൾ 5 വയസ്സിൽ താഴെയുള്ളവർ അനീമിക് ആണ്. ആ അനീമിക് ആയതിന്റെ വിവിധ വശങ്ങളാണ് സ്റ്റണ്ടിങ്ങും വേസ്റ്റിങ്ങുമായിട്ട് നമ്മൾ കണ്ടത്. ഈ കണക്കൊക്കെ നരേന്ദ്രമോദി നിരാകരിച്ചു. അത് തന്നെയുമല്ല, അതിന്റെ ഡയറക്ടറെ തന്നെ ഡിസ്മിസ് ചെയ്തു. ഇതൊക്കെ തെറ്റായ കണക്കുകളാണെന്നും പറഞ്ഞ്. അവസാനം എന്തു സംഭവിച്ചു? ഡിസ്മിസിലോട് കൂടി അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിന്റെ പോപ്പുലേഷൻ പോളിസിയുടെ തന്നെ ഒരു വിങ്ങിന്റെ ഡയറക്ടറായിട്ട് ഇന്ത്യ വിട്ടുപോയി. ഇന്ത്യക്കാരനാണേ, അദ്ദേഹം ഇന്ത്യ വിട്ടുപോവുകയാണ് ഉണ്ടായത്. അപ്പൊ ഇതുപോലെയാണ് ഇവിടെ ഡേറ്റ കുക്കിംഗ് നടക്കുന്നത്. അപ്പൊ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇവിടെ പട്ടിണിയുണ്ട്, ഇവിടെ അനീമിയ ബാധിച്ച ഒരുപാട് കുട്ടികൾ, 5 വയസ്സിന് താഴെയുള്ളവർ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഇവിടെ ഒന്നാമത്തെ പോപ്പുലേഷനായിട്ട്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പുലേഷനായിട്ട് ഇന്ത്യ UNFPO അംഗീകരിച്ച് ആ വിവരം പുറത്തുവിട്ട കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തില് നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത്? ഇന്ത്യയുടെ പോപ്പുലേഷൻ ഇന്ത്യയുടെ ഡിവിഡൻഡ് ആണ്. കാരണം 28.5 വയസ്സാണ് ഇന്ത്യയുടെ ആവറേജ് പോപ്പുലേഷൻ. മറിച്ച് ചൈനയുടേതാണെങ്കിൽ 39 ജപ്പാന്റെ ആണെങ്കിൽ അതിലും മുകളിലാണ്. അപ്പം ഇന്ത്യയുടെ പോപ്പുലേഷൻ, യങ്ങസ്റ്റ് പോപ്പുലേഷൻ, അതായത് ആവറേജ് ഏജ് 28 എന്ന് പറഞ്ഞാൽ യുവത്വം തുളുമ്പുന്ന പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ ഒരു വലിയ അസറ്റ് ആണ്, അതാണ് ഡിവിഡൻഡ് ആണെന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം, പോപ്പുലേഷൻ ഡിവിഡൻഡായി മാറുന്നത് എപ്പോഴാണ്? ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും കൃത്യമായ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ. ആരോഗ്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്? ഗർഭപാത്രത്തിൽ വച്ചു മുതൽ അമ്മയ്ക്കും കുഞ്ഞിനും പോഷക സമൃദ്ധമായ ആഹാരവും പരിചരണവും, ആരോഗ്യ പരിചരണവും നൽകുന്നതാണ് പ്രീനേറ്റൽ. അത് കഴിഞ്ഞാൽ പ്രസവാനന്തരം പോസ്റ്റ്നേറ്റൽ കെയർ. ഇതൊക്കെ കൊടുക്കുന്നിടത്താണ് പോപ്പുലേഷൻ. അത് കഴിഞ്ഞ് വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുമ്പോൾ ഒന്നാന്തരം വിദ്യാഭ്യാസം. അങ്ങനെ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് ഏതൊരു രാജ്യത്തും ജനത ഒരു ഡിവിഡൻഡായി മാറുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ 2014-15 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ബജറ്റും, കേന്ദ്ര ബജറ്റും എടുത്തു നോക്കിക്കൊള്ളുക. ആ ബജറ്റിൽ ഒന്നും തന്നെ 2% മുകളിലല്ല, 2% താഴെയാണ്
ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. 2017-18 കേന്ദ്രത്തിന്റെ തന്നെ ഒരു ഹെൽത്ത് പോളിസി ഉണ്ട്, ദേശീയ ആരോഗ്യ നയം. അതിൽ പറയുന്നത് GDP-യുടെ 2.5% കേന്ദ്രവും, അതായത് ഇത് ഒരു ആരോഗ്യം വിദ്യാഭ്യാസം രണ്ടും സംസ്ഥാന സബ്ജക്ട്സ് ആണ്. അപ്പം അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് കേന്ദ്രം 2.5% GDP-യുടെയും സംസ്ഥാനങ്ങൾ 8% GSDP-യുടെയും ആരോഗ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. സംസ്ഥാന ഗവൺമെന്റും ആ ദേശീയ ആരോഗ്യ നയം അറിഞ്ഞ ലക്ഷണമില്ല, കേന്ദ്രവും അറിഞ്ഞ ലക്ഷണമില്ല. ഈ കഴിഞ്ഞ ബജറ്റില്, അതായത് 2023-24 ബജറ്റ്, 24-ല് എന്താണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് ഇന്ററിം ബജറ്റാണ്. അടുത്ത ജൂലൈയിൽ ഞാൻ വീണ്ടും ബജറ്റ് അവതരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോയിരിക്കുന്നത്. അപ്പൊ ആ ബജറ്റിൽ ആരോഗ്യത്തിന് വെച്ചിരിക്കുന്നത് ഞാൻ കണക്കാക്കുന്നില്ല, 1% താഴെയാണ്. പക്ഷെ നിങ്ങൾ 2023-24 ബജറ്റ് എടുത്തു നോക്കുക, ആ ബജറ്റിലും 2% താഴെയാണ് ആരോഗ്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആരോഗ്യത്തെയും വിദ്യാഭ്യാസത്തെയും വേണ്ട പോലെ വിദ്യാഭ്യാസത്തിന് 5% മുകളിലാണ് ചൈന പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മളെ ഇന്ത്യയിൽ ഇപ്പോഴും അതും 2% താഴെയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും ചെലവഴിക്കാത്ത, ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരു രാജ്യം പോപ്പുലേഷനെ ഡിവിഡൻഡായി കാണുന്നത് എങ്ങനെയാണ് അനീമിക് ആയിട്ടുള്ള കുട്ടികൾ ഇല്ലാതെ വരുന്നത്? എങ്ങനെയാണ് സ്റ്റണ്ടർഡും വേസ്റ്റഡുമായിട്ടുള്ള കുട്ടികൾ ഇല്ലാതെ വരുന്നത്? ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വളരെ വളരെ മികവുറ്റ രീതിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, ഇൻവെസ്റ്റ് ചെയ്യുന്ന, മൂലധനം മുടക്കുന്ന ഗവൺമെന്റ് ആയിരിക്കണം ഇന്ത്യ ഭരിക്കുന്നത്. ഇപ്പോ ഭരിക്കുന്ന ഗവൺമെന്റ് ഒരു കാരണവശാലും അത്തരം ഒരു ഗവൺമെന്റ് അല്ല. അതിന്റെ തെളിവല്ലേ നമ്മൾ കോവിഡ് കാലത്ത് ഈ തെക്കേ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഡെഡ് ബോഡി പുഴയിൽ ഒഴുകി നടക്കുന്നത് കണ്ടോ? പക്ഷേ നോർത്ത് ഇന്ത്യയില് വലിയ ഗംഗാ നദിയിലൊക്കെ ഏറ്റവും പരിശുദ്ധമായ നദി എന്നൊക്കെ പറയുന്നു. പക്ഷെ ആ ഗംഗയിലൊക്കെ ഒഴുകി നടന്ന ഡെഡ് ബോഡീസിന്റെ എണ്ണം ഓർത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്ത് തുച്ഛമായ എന്താണ് പറയുക ഇൻവെസ്റ്റ്മെന്റ് ആണ് ആരോഗ്യ മേഖലയിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് എന്ന്. അപ്പൊ ആരോഗ്യ മേഖല അങ്ങനെ, അതായത് പട്ടിണി ഇങ്ങനെ തൊഴിൽ. പിന്നെ നമുക്ക് നോക്കേണ്ടത് വിലക്കയറ്റം. അപ്പൊ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് പട്ടിണിയെ പറ്റിയുള്ളത്, അതായത് പട്ടിണി മാത്രം ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് മാത്രമല്ല, പട്ടിണി എന്ന് പറയുന്നത് വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇപ്പോഴും ഇന്ത്യയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂതം തന്നെയാണ്. ഒരു പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കുടം തുറന്നു വിട്ട ഒരു ഭൂതത്തെ പോലെ പട്ടിണിയുടെ തോത് വളർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ.